കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തിരിക്കുന്നു. അപ്പോൾ തന്നെ ഫസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു, ജനങ്ങൾക്ക് BJPയോടുള്ള വിശ്വാസം എങ്ങനെയാണെന്ന്. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിൽ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം ഉൾപ്പെടെയുള്ള A ക്ലാസ് മണ്ഡലങ്ങളുണ്ട്. അതിലെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, തിരുവനന്തപുരം ഈ 4 നിയോജക മണ്ഡലങ്ങളും BJP ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പാണ്. ഈ കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ BJPയെ ജനങ്ങൾ സ്വീകരിച്ചു. അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഉറപ്പായിട്ടും താമരകൾ വിരിയും. സിറ്റിയിലെ 4 നിയോജക മണ്ഡലങ്ങളിലും താമര വിരിയും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഉറപ്പുള്ളത്. കാരണം ജനങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആഗ്രഹിച്ചു താമര വിരിയണം, BJPയുടെ കയ്യിൽ അധികാരമേൽപ്പിക്കണം. അതേ ജനങ്ങൾ തന്നെ ആഗ്രഹിക്കുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും സിറ്റിയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, അവരെ പ്രതീക്ഷിക്കുന്നതും BJPയാണ്. 4 നിയോജക മണ്ഡലങ്ങളിലും വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കും, താമരകൾ വിരിയും. ഈ വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള ഇപ്പം 10 വർഷം കൊണ്ട് പിണറായി സർക്കാർ ഭരിക്കുന്നു, ജനങ്ങൾക്ക് കൊടുക്കുന്നത് വെറും കള്ള വാഗ്ദാനങ്ങളാണ്. അതൊന്നും തന്നെ നടപ്പിലാക്കുന്നില്ല. ഇപ്പം തന്നെ വട്ടിയൂർക്കാവ് നോക്കിക്കഴിഞ്ഞാൽ VK പ്രശാന്ത് അവിടെ വികസനം എന്ന പേരിൽ ഇടിച്ചിട്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ, ഒരു വികസനമൊന്നുമില്ല. പക്ഷേ അവിടെ വരുമ്പോഴാണ് BJP ഈ ഇപ്പോൾ VK പ്രശാന്തിന് 9ഓളം വിജിലൻസ് കേസുകളുണ്ട്. ഇതൊക്കെ BJP തെരഞ്ഞെടുപ്പിൽ തുറന്നു കാണിക്കും. വട്ടിയൂർക്കാവ് വികസനം ഒരു കപട രാഷ്ട്രീയമാണ്. കപട രാഷ്ട്രീയം കളിച്ച് രണ്ടുപേരും, അതായത് UDFൻ്റെ MLA ആയിരുന്ന K മുരളീധരനും LDFൻ്റെ MLA ആയിരുന്ന VK പ്രശാന്തും മാറി മാറി കളിച്ച് വട്ടിയൂർക്കാവിൻ്റെ ജനങ്ങളുടെ സ്വപ്നങ്ങളെ തകർക്കുകയാണ്. ഈ വികസനത്തിൻ്റെ പേരിൽ എത്ര വർഷമായി അവിടെ ഇടിച്ചിട്ടേക്കുന്നു? എത്ര കട ഉടമകൾക്ക് ഇവർക്ക് പുനരധിവാസം കൊടുക്കാൻ സാധിച്ചു? ഈ സർക്കാർ ഭരിച്ചല്ലോ, 4 വർഷം ഉണ്ടായിരുന്നതിന് ശേഷം 4 വർഷം കഴിഞ്ഞു. ഇവർക്ക് കൊടുക്കാമായിരുന്നില്ലേ? പുനരധിവാസം ഇതുവരെ കൊടുത്തിട്ടുണ്ടോ? പാവപ്പെട്ട എത്രയോ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയ വീട്ടിലിരിക്കുന്ന ദയനീയമായ കാഴ്ച കാണുന്നത്. ഇത് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലാകെ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. വട്ടിയൂർക്കാവ് ശ്രീലേഖയെ പോലുള്ള ഒരു ആത്മാർത്ഥതയുള്ള MLA ഉണ്ടാകണം. നരേന്ദ്രമോദിജിയുടെയും രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിലുള്ള BJPയുടെ MLA ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ കൃത്യമായി പാലിക്കുന്ന പാർട്ടിയാണ് BJP എന്ന് തിരുവനന്തപുരം സിറ്റിയിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തിൽ BJP അധികാരത്തിലേറ്റി.